ഹലോ, അപ്പോൾ എല്ലാവർക്കും ഒരു ജൂഡി നെൽസൺ വ്ലോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഡാർക്ക് അവഞ്ചർ എന്ന് പറയുന്ന സീരീസിൽ പെട്ട അടിപൊളി ക്യാബിനറ്റ് നമുക്കത് അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കി നോക്കാം. E-ATXന്റെ ഫ്രണ്ട് ഭാഗം കണ്ട ഒരു നല്ലൊരു ഗെയിമിംഗ് അല്ലെന്നുണ്ടെങ്കിൽ ഡിസൈനിങ് പർപ്പസിന് പറ്റിയൊരു PC-യുടെ ഒരു മോഡലാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ USB 3.0 2 സോക്കറ്റ് USB ഉണ്ട്. പിന്നെ വരുന്നത് ഓഡിയോയുടെ 2 പോർട്ട്, പിന്നെ റീസ്റ്റാർട്ട് ബട്ടണാണ് വരുന്നത്. LED-യുടെ ഒരു ബട്ടൺ കൂടി ഉണ്ട്. എനിക്ക് തോന്നുന്നു RGB ഓൺ ഓഫ് ആയിരിക്കാം സാധ്യതയുണ്ട്. പിന്നെ ഇതിൻ്റെ ടോപ്പ് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ട ഒരു ഷീറ്റ് എടുത്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രില്ലാണ് വരുന്നത്. നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഹീറ്റൊക്കെ പോകാനായിട്ട് ഇത് നല്ലതാണ്. ഒരു മാഗ്നറ്റിക് ഡിസൈൻ, മാഗ്നറ്റിക് ഒരു ഇതോട് കൂടിയിട്ടുള്ള ഇതാണ്. വെറുതെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് സൂട്ടായിട്ട് ഇരുന്നോളും. ഒരു മാഗ്നറ്റിക് ഇതാണ് ഇതിൻ്റെ ചുറ്റും കൊടുത്തിരിക്കുന്നത്. നമുക്ക് എടുക്കാനും ഉണ്ടോ, അതേപോലെ തന്നെ വെറുതെ വെച്ചാൽ മതി, അതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ഇരുന്നോളും. പിന്നെ ഈ സൈഡ് പോർഷൻ ഫുള്ള് ടെമ്പേർഡ് ഗ്ലാസ് ആണ് കണ്ടോ. 4 സ്ക്രൂവിലാണ് അത് കൊടുത്തിട്ടുള്ളത്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹയർ ആൻഡ് PC-കളൊക്കെ വരുമ്പോൾ കൂടുതലും RGB, ഇപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചിരുന്ന ലിക്വിഡ് കളറൊക്കെ ഇല്ലേ, അതൊക്കെ വരുന്നത് RGB കളറാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൈഡിൽ ടെമ്പേർഡ് ഗ്ലാസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ വരുന്ന വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളൊരു RGB-യുടെ തന്നെ ഒരു ഫാൻ വരുന്നുണ്ട്. ബാക്കിലുള്ളത് നോർമൽ ഫാനാണ് വരുന്നത്. നമുക്കൊന്ന് തുറന്നു നോക്കിയോ. ഇപ്പം നമ്മുടെ അസംബ്ലിങ് ഏകദേശം പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമുള്ളൊരു ക്യാബിനറ്റിൻ്റെ ഒരു സ്റ്റൈലാണ് ഞാൻ കാണിച്ചിരുന്നത്. അപ്പോൾ നമ്മളുടെ പവർ സപ്ലൈ വരുന്നത് PSU വരുന്നത് ഇതിനുള്ളിലാണ്. നമ്മൾ ബാക്ക് സൈഡിൽ കൂടെയാണ് നമ്മൾ PSU അതിൻ്റെ ഉള്ളിൽ എടുത്ത് വയ്ക്കുന്നത്. ഇത് നമുക്ക് ജസ്റ്റ് അതിൻ്റെ കമ്പനി ബ്രാൻഡ് ലോഗോ കാണാനുള്ള ഒരു ചെറിയൊരു ഹോൾ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇതാണ് പറഞ്ഞത് RGB ഫാനാണ് ഇത് വരുന്നത്.
നമുക്ക് ഇവിടെയും ഇതിന് തൊട്ട് മുകളിലും അടിയിലും വേണമെങ്കിൽ ഒരു ഫാനുടെയും കണക്ട് ചെയ്യാനുള്ള ഒരു പോർഷൻ ഉണ്ട്. അതായത് 3 ഫാനായിട്ട് നമുക്ക് വെക്കാൻ പറ്റും. ഉണ്ടോ? ഇതും ഒരു മാഗ്നറ്റിക്കിൻ്റെ ഒരു നെറ്റ് തന്നെയാണ് അത്. പിന്നെ കേബിൾസൊക്കെ കറക്റ്റായിട്ട് നമ്മുടെ ബോർഡിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഹോൾസാണ് ഇതുള്ളത് കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു കേബിളിൻ്റെ ഒരു എന്താ പറയുക പുറമേക്കുള്ള ഒരു വൃത്തികേടൊന്നും ഉണ്ടാവില്ല. എല്ലാം ബാക്കിൽ നമുക്ക് പാനൽ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഈ ഫാൻ വേണമെങ്കിൽ ഓപ്ഷണലായിട്ട് വേണമെങ്കിൽ മാറ്റാൻ പറ്റും. നമുക്കൊരു RGB ഒരു ഫാനിൻ്റെ കിറ്റ് വരുന്നുണ്ട്. ആൻടെക്കിൻ്റെ തന്നെ ഏകദേശം ഒരു 4000 രൂപയൊക്കെ വരുന്നത്. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാൻ നമ്മളത് പർച്ചേസ് കഴിഞ്ഞാൽ ഈ ഫാൻ മാറ്റിയിട്ട് നമുക്ക് ഇതിന് പകരം ആ ഫാൻ വെക്കാം. പിന്നെ ആൻടെക്കിൻ്റെ തന്നെ നമ്മളുടെ ലിക്വിഡ് കൂളറാണ്. അതിൻ്റെ റേഡിയേറ്റർ വെച്ചിരിക്കുന്നത് അതിന് തൊട്ട് മുകളിലാണ്. ഉണ്ടോ? ഇതാണ് റേഡിയേറ്റർ വരുന്നത്. നേരത്തെ കാണിച്ചെന്ന ഒരു പോർഷൻ ആ മാഗ്നറ്റിക്കിൻ്റെ ഒരു ചെറിയൊരു ഷീറ്റ് ഉള്ളത് ഈ റേഡിയേറ്ററിന് വേണ്ടിയിട്ടുള്ളതാണ്. കണ്ടോ? ആ റേഡിയേറ്ററാണ് ഉള്ളിൽ നിന്ന് കാണുന്നത്. അപ്പോൾ നമുക്ക് അധികം ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റി വയ്ക്കാം. അല്ലെങ്കിൽ നമുക്ക് ഭംഗിയിൽ തന്നെ ഇത് കറക്റ്റായിട്ട് അവിടെ തന്നെ നമുക്ക് തിരിച്ച് ഫിറ്റ് ചെയ്യാം. പിന്നെ മോഡൽ നേരത്തെ പറഞ്ഞ LED ഓൺ ഓഫ്, പിന്നെ USB 3.0 2 പോർട്ട്, പവർ സ്വിച്ച്, ഓഡിയോ 2 പോർട്ട്, പിന്നെ റീസ്റ്റാർട്ട് ബട്ടൺ, ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ വരുന്ന സംഭവമാണ് ഇതിൻ്റെ ബാക്ക് പാനൽ. നമ്മുടെ ഈ ക്യാബിനറ്റിൻ്റെ ബാക്ക് പാനൽ വരുന്നത് കണ്ടോ? PSU നമ്മൾ ഈ സൈഡിൽ കൂടെയാണ് നമ്മൾ ഇതിനുള്ളിലേക്ക് വെക്കുന്നത്. പിന്നെ നമുക്ക് ഹാർഡ് ഡിസ്കിനുള്ള ഒരു 2 സ്ലോട്ടാണ്, 2 മെക്കാനിക്കൽ ഹാർഡ് ഡിസ്ക് വെക്കാനുള്ള ഒരു സ്ലോട്ടാണ് കാണുന്നത്. നമുക്ക് ജസ്റ്റ് ആ ഒരു ക്ലിപ്പും പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അത് ഊരിപ്പോരും. പിന്നെ വരുന്നത് SSD ഹാർഡ് ഡിസ്ക് വെക്കാനായിട്ടാണ്. ഇപ്പോൾ ഇതിൽ വെച്ചിരിക്കുന്നത് GB SSD ഹാർഡ് ഡിസ്കും പിന്നെ വെസ്റ്റേൺ ഡിജിറ്റലിൻ്റെ ഹാർഡ് ഡിസ്ക്കാണ് വെച്ചിരിക്കുന്നത്. ഈ ഒരു പോർഷൻ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് ഇതേപോലെ കണ്ടോ? ജസ്റ്റ് ക്ലിപ്പാണ്. പിന്നെ ഈ വരുന്ന സംഭവമാണ് അതായത് നമ്മുടെ RGBയുടെ ക്യാബിനറ്റിൻ്റെ കൺട്രോളറാണ് വരുന്നത്. RGB കൺട്രോളറാണ് വരുന്നത്. അതായത് LED കൺട്രോളറാണ് വരുന്നത്. ഇത്രയൊക്കെയാണ് ഈ ക്യാബിനറ്റിൻ്റെ വിശേഷങ്ങൾ വരുന്നത്. എന്തായാലും ഒരു നല്ലൊരു ക്യാബിനറ്റാണ്. നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കി നോക്കാം. നമ്മുടെ മെയിൻ പവർ ബട്ടൺ എന്നാണ് വരുന്നത്. ഇതിൻ്റെ ഈ ലിക്വിഡ് കൂളറിൻ്റെ നമുക്കൊരു കൺട്രോളർ വരുന്നുണ്ട്. നമ്മളിവിടെ വെച്ചിരിക്കുന്നത് എന്താ നമുക്ക് ഈ കൺട്രോളറിന് നമുക്ക് സെറ്റിങ്സ് മാറ്റി ചെയ്യാൻ പറ്റും. നമുക്ക് ഏതെങ്കിലും സിംഗിൾ കളറായിട്ടാണ് മതിയെന്നുണ്ടെങ്കിൽ അത് മാത്രമായിട്ട് വയ്ക്കാം. അല്ല നമുക്ക് മൾട്ടി ആയിട്ട് മാറി നിൽക്കണമെന്നുണ്ടെങ്കിൽ അതും വയ്ക്കാൻ പറ്റും. കണ്ടോ? ഇപ്പം ഗ്രീൻ കളറിൽ മാത്രമായിട്ട് നിൽക്കുന്നത്. നമുക്കതൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. കണ്ടോ? മൾട്ടി കളർ ഫാനിലേക്ക് ഇതാണ് കൺട്രോളിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്.